എത്ര എണ്ണ? 1 5 6 7 8 ഇവിടെ കണ്ട. അടിപൊളിയായിട്ടല്ലേ? തൽക്കാലം ഇത്രയും മതി കേട്ടോ, ബാക്കി ഇവിടെ നിൽക്കട്ടെ. യെസ്, ഇത് കണ്ടോ, നല്ല റെഡ് കളർ ഇപ്പൊ തന്നെ ഉണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. എൻ്റെ ടെറസ് ഗാർഡൻ്റെ ടെറസിൽ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ടെറസ് ഗാർഡൻ മാത്രമല്ല, താഴെയും കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ കൂടിയായിട്ടത്. ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, നട്ട സമയത്തും ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ പല വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ വളരെ മുമ്പാണ്. അതിനുശേഷം ഇതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും കാണിക്കില്ലായിരുന്നു, കാരണം ഇവിടെ ഞാൻ വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പൊ ഇപ്പൊ സംഭവം വെച്ചാൽ ഇതേ കണ്ടോ, ഒരു 3 ഐറ്റംസിന്റെ വിളവെടുപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ നാരങ്ങ കണ്ടാ, സീഡ്ലെസ് ലെമൺ, എന്ത് ഭംഗിയായിട്ട് എല്ലാം പഴുത്തു നിന്നിട്ട് കണ്ടോ. എത്ര എണ്ണ? 1 5 6 7 8 ഇവിടെ കണ്ട. പിന്നെ ഇതിന് ഉള്ളിലൊക്കെ നിൽക്കുന്നുണ്ടോ, ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഓ അവിടെയുണ്ട് രണ്ടെണ്ണം കണ്ടോ. അങ്ങനെ ഗംഭീരം വിളവ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ പച്ച നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. ഇത് പൂക്കൾ വരുന്നുണ്ട് കണ്ടോ. ഇതിന്റെ പ്രത്യേകത മിക്കവാറും എല്ലാ സീസണിലും 1-2 നാരങ്ങ ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് വീട്ടിൽ ആവശ്യം വന്നാൽ ഓടി വന്നിട്ട് നാരങ്ങ എടുക്കാൻ ഒരു നല്ല ഓപ്ഷനാണ് ഈ ഒരു നാരങ്ങ. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ചാണകപ്പൊടി അങ്ങനെ 1-2 പ്രാവശ്യം ഇത്തിരി NPK ഒക്കെ കൊടുക്കുന്നതല്ലാതെ കാര്യമായിട്ട് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ഓൺലൈൻ നോക്കുമ്പോൾ ലെമണിന് മാത്രം ഒരു ഫെർട്ടിലൈസർ കണ്ടു. ലെമൺ തന്നെയല്ല, സിട്രസ് വർഗത്തിൽപ്പെട്ട ഓറഞ്ച്, മൊസാമ്പി എല്ലാത്തിനും പറ്റിയ ഒരു ഫെർട്ടിലൈസർ കണ്ടു. എനിക്കറിയില്ല എത്ര നല്ലതാണെന്ന്. എന്തായാലും ഞാൻ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഗാർഡൻ ജീനിയുടെ ലെമൺ ഫെർട്ടിലൈസറിന്റെ സാധനം കേട്ടോ. എന്തായാലും ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിൽ നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇതിന് ഈ ഫെർട്ടിലൈസർ മാത്രം കൊടുത്തിട്ടൊന്ന് നോക്കാം, ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ വിളവെടുപ്പിന് മുമ്പ് 1-2 കൂടെ കാണിക്കാനുണ്ട്. ഇതേ ഇവിടെ വരുവാണെങ്കിൽ ഇത് നമ്മുടെ പപ്പായയാണ് കണ്ടോ, റെഡ് ലേഡിയാണ്. ഇത്ര ഉയരത്തിൽ നിൽക്കുകയാണ്. ഞാൻ അതിന്റെ കൂടെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് ആക്ച്വലി ഇതിൽ ഞാൻ വേറൊരു വലിയ പ്ലാന്റ് നട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതൊരു മരം ഒടിഞ്ഞു വീണ് ചീത്തയായപ്പോഴത്തേക്ക് അതിന് പുറത്ത് വെറുതെ കുത്തിവെച്ചാണ്. റെഡ് ലേഡി ഞാൻ വയനാട് നിന്ന് വാങ്ങിയൊരു തയ്യാട്ടോ, അതിനെ കൊണ്ട് നട്ടതാണ്. അപ്പൊ അതിലും ഒരു ഫ്രൂട്ട് പഴുത്തിരിപ്പുണ്ട്. ഞാൻ അതിനെ കൂടെ എടുത്ത് കാണിക്കാട്ടോ. നല്ല പപ്പായ കേട്ടോ ഇത്. യെസ്, ഇത് കണ്ടോ, നല്ല റെഡ് കളർ ഇപ്പൊ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇതിനും വളമൊന്നും കൊടുത്തിട്ടില്ല, ചൂട് കണ്ടാൽ മനസ്സിലാവും കണ്ടോ, വെറുതെ കുത്തിവെച്ചതാണ് ആ മണ്ണില്. ഇനി കാണിക്കാനുള്ള സംഭവം നമ്മുടെ സപ്പോട്ടയാട്ടോ. സപ്പോട്ടയിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കായ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും, ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ, നിറച്ച് കായകളുണ്ടായിട്ടുണ്ട്. ഇതാണ് അതിന്റെ മാക്സിമം വലിപ്പം കേട്ടോ. ഇത്ര വലിപ്പമുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളൂ സപ്പോട്ട. ഇവിടെയൊക്കെ ഒരുപാടുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് എടുത്ത് പഴിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇങ്ങോട്ട് നോക്കി, ഇവിടെയൊക്കെ കുറേ നിൽക്കണ്ടേ. ഈ സപ്പോർട്ട ശരിക്കും എന്ത് വെറൈറ്റി എന്ന് വെച്ചാൽ അറിയില്ല. ഇത് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ, മുമ്പ് നമ്മൾ പോത്തീസ് അല്ലേ, ട്രിവാൻഡ്രത്തെ പോത്തീസ് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് കുറെ തുണി മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽ വാല്യൂ അനുസരിച്ച് കുറെ ഫ്രീ പ്ലാന്റ്സ് അവർ തരുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫ്രീ പ്ലാന്റ് ആണ് ഈ സപ്പോർട്ട. ഞങ്ങൾ കൊണ്ട് നട്ടു വെച്ചതാണ്. അപ്പൊ എന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കുറെ ഉണ്ട്. ഇതിന്റെയും പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെപ്പോഴും കായ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിലിപ്പോ കുറച്ച് ചെറിയ കായകളുണ്ട്, മൂപ്പത്തിയ കായകളുണ്ട്. ഇവിടെ പൂക്കൾ വരുന്നുണ്ടോ, ഇവിടെയൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഇവിടെയൊക്കെ പൂക്കളുണ്ട് കണ്ടോ. അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അത് ഞാൻ പറയാം എന്ത് വെറൈറ്റി എന്ന് അറിയില്ല, പക്ഷെ നല്ല വെറൈറ്റി കേട്ടോ. ഈ ഭാഗത്ത് കുറെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. യെസ്, കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് കുറെ കാണാൻ പറ്റും. പൂക്കളും ഉണ്ട്, കായും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ബാക്കി ഫ്രൂട്ട് പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഓൾ സീസൺ മാംഗോ ഉണ്ട് കേട്ടോ, കാലാപ്പാടി. ഇത് വലിയ പരിചരണം ഒന്നും ഇല്ലാതെ നിൽക്കുക. അപ്പൊ കുറെ മാങ്ങ ഉണ്ടാവാറുണ്ട്, കണ്ടോ, കുറെ പൂക്കൾ ഇപ്പോഴും ഉണ്ട്. എല്ലാ സീസണിലും പൂവും മാങ്ങയൊക്കെ ഇതിലും ഉണ്ടാവാറുണ്ട്. ഓൾ സീസണാണ്. ഇത് വലിയ വളമൊന്നുമില്ല, അങ്ങനെ നിൽക്കുകയാണ്. ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. എന്റെ തിരക്ക് കാരണം കേട്ടോ ഇതിങ്ങനെ നിന്ന് പോകുന്നേ. അത്യാവശ്യം നല്ല ചോടൊക്കെ വെച്ചൊരു മാവാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നാരകവും കുറച്ച് സപ്പോർട്ടിന്ന് വിളവെടുക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇതുവരെയും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് എടുക്കുന്നേ. ഇതവിടെ ഇരിക്കട്ടെ, അതിലേക്കൊക്കെ നമുക്ക് ഇവനുണ്ട് കേട്ടോ, ഗംഭീരൻ. അപ്പൊ നമുക്കത് ബ്രാഞ്ചോട്ട് തന്നെ എടുക്കാം.
ഓ കഴിഞ്ഞു അതിന് കണ്ടോ. ഇനിയുണ്ട് എല്ലാം അടുത്തേക്കല്ലേ. ഇത് വെയിറ്റ് കാരണം താഴേക്ക് പോകുന്നൊരു പേടിയുണ്ടായിരുന്നു, എനിക്ക് പോയില്ല എന്തായാലും. കത്തി ഒന്നും എടുത്തില്ല. എന്തായാലും അച്ചാർ എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ, കുറെ കിട്ടിയല്ലേ. യെസ്, അടിപൊളിയായിട്ടല്ലേ. എന്തായാലും അതിനങ്ങോട്ട് വെക്കാം. അടുത്ത ദിവസം ഇത്രയും നാരങ്ങയുടെ വെയിറ്റ് കൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 7 4 11 നാരങ്ങയുണ്ട്. അതിന്റെ വെയിറ്റ് നോക്കാം. യെസ്, 1506, 1.5 കിലോ കേട്ടോ. 11 നാരങ്ങയുടെ വെയിറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇതും ഇത്രയും തന്നെ 1 കിലോ കൂടുതലുണ്ട്. നമുക്ക് കുറച്ച് സപ്പോർട്ട് പറിക്കാം കേട്ടോ അതിൽ നിന്ന്. പക്ഷെ ഇതൊക്കെ നല്ല മൂത്തതാട്ടോ. ഈ സപ്പോർട്ട മുമ്പൊരിക്കലും വിളവെടുത്തിട്ട് ഇത് പഴുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമൊക്കെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടു നോക്കട്ടോ. ഇതെല്ലാം വാവൽ കൊണ്ടുപോകുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ. ഈ സപ്പോർട്ടൊക്കെ ഞാൻ വലിയ പരിചരണമൊന്നും കൊടുക്കാറില്ല. കണ്ടല്ലോ ചൂട് കണ്ടല്ലോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നല്ലാണ്ട് വെറുതെ ഇവിടെ ടാപ്പുള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെ അതും ഉണ്ടാവൂലായിരുന്നു. തൽക്കാലം ഇത്രയും മതി കേട്ടോ. ബാക്കി ഇവിടെ നിൽക്കട്ടെ. ഓ അത് അവിടെ ഒരെണ്ണം കണ്ടു, നല്ലത്. യെസ്, ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയും ഇന്നത്തെ വിളവെടുപ്പ് കേട്ടോ. ഇനി വേറൊരു രസം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഗ്രോ ബാഗില്ലേ വിട്ടിരിക്കുന്നത് കണ്ടോ. ഞാനിൽ കുറച്ച് നിത്യവഴുതനയുടെ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. നിത്യവഴുതന ക്ലൗ ബീൻസ് എന്ന് പറഞ്ഞ സാധനം. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ കായ്കളുണ്ടായി, പക്ഷെ അത്ര അധികം ഇല്ല. നമ്മൾ കുറെ ദിവസവും വെള്ളമൊഴിച്ച് കുറെ വളങ്ങളൊക്കെ കുറച്ച് കായ ഉണ്ടായി. പക്ഷെ ഇപ്പൊ കണ്ടത് അതിന്റെ സീഡ് ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് വിട്ടിട്ട് ഇത് അവിടെ കാണിച്ചു തരാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കാരണം കുറേ നിത്യവഴുതന ഇത് കണ്ടോ. ആ മരം കണ്ടോ, ആ കാട് അവിടെ. ഈ മരത്തിൽ നിത്യവഴുതന തന്നെ ഉണ്ടായിട്ട് കാണുമ്പോൾ അറിയില്ല, ഫുള്ള് കായ അതില് കണ്ടോ. കുറേ കായ്കളുണ്ട് അതിനകത്ത്. അവിടെ പോയി എടുക്കാന്ന് വൃത്തിയിൽ തന്നെ എടുക്കാതെ എന്നിട്ട് കാണിച്ചില്ല. ഏണ്ടോ ഇതിന്റെ സീഡ് ഞാൻ കുറെ പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്. അവിടെ പോയി എടുക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് അയച്ചു തരാം കേട്ടോ. സീഡുകൾ അഡ്രസ് അയച്ചേക്ക്. അപ്പൊ അതൊരു രസത്തിന് കാണിച്ചു എന്നുള്ളൂ. എന്തായാലും എൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ്. എൻ്റെ ടെറസ് ഗാർഡനിൽ മാത്രമല്ല താഴെയും കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന് കാണിക്കാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇത് കൂടാണ്ട് അപ്പുറത്ത് ചാമ്പ നിൽക്കുന്നുണ്ട്, അതിനപ്പുറത്ത് റംബൂട്ടാനും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഓക്കെ.